ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വരദാനമാണല്ലേ. അന്നത്തെ ദിവസം സന്തോഷമാക്കാനും നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ് ഓരോ ദിവസങ്ങളും. അപ്പോൾ ദൈവം നമുക്കായി തരുന്ന ഓരോ ദിവസവും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ടാങ്ക്, അതായത് നമ്മൾ പൈപ്പ് തുറന്നപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായത്. അപ്പോൾ ടാങ്കിൽ വെള്ളം തീർന്നു എന്ന് മനസ്സിലായി. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന ടാങ്ക് ഒന്ന് ക്ലീനാക്കി എടുക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പം അച്ചു ആരും ഉണ്ടാകുന്ന ദിവസം എന്തായാലും നമ്മൾ മുകളിൽ കയറിയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും അവർ മുകളിലേക്ക് കയറി വരും. അപ്പോൾ രണ്ടാളെയും കൂടി കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് അവർ സ്കൂളിൽ പോയ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്നാലൊന്ന് മോട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും ഞാനും കൂടി മുകളിലേക്ക് കയറി ടാങ്കിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ പുഴുക്കളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ നിറയെ മണ്ണുണ്ടായിരുന്നു കേട്ടോ, മണ്ണായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു 1 മാസത്തിന് മുകളിലായി ടാങ്ക് ക്ലീൻ ചെയ്തിട്ടെന്ന്. ഒരു 1.5 മാസം 2 മാസത്തിന് അടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഇത്രയും മണ്ണ് വരണമെങ്കിൽ ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ പുഴുക്കളൊന്നും കെട്ടിക്കിടന്നിട്ടുണ്ടായിട്ടില്ല. ഇതുപോലെ നിറയെ മണ്ണുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് കുടിക്കാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. കുടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളമൊക്കെ നമ്മൾ കിണറിന്ന് വലിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാറ്. ഇത് നമ്മൾ പാത്രം കഴുകാനും അതുപോലെ തന്നെ തുണികളൊക്കെ അലക്കാനും അതുപോലെ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് വേണം നമ്മൾ ഈ ടാങ്കിൽ വെള്ളം ഉപയോഗിക്കൽ. എങ്കിൽ പോലും, അതായത് കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു മാസമൊക്കെ കൂടുമ്പോൾ ടാങ്ക് ക്ലീനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മണ്ണുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ പറയുക, നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾ ടാങ്ക് വെച്ച ആ ഒരു സൈഡ് അത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ അമ്മക്ക് ഒറ്റക്കാവില്ല, എന്തായാലും ഞാനും കൂടി ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ കൂടെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ അമ്മേൻ്റെ കയ്യിൽ കാണുന്നില്ലേ, ഈ ഒരു മോപ്പ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, അമീബിക് ജ്വരം പോലുള്ള അസുഖങ്ങൾ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ ടാങ്കിൽ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസുഖങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ടാങ്കും കൂടി വല്ലപ്പോഴും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇറക്കിയിട്ട് അവരോട് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെ മോപ്പ് ഉണ്ടെങ്കിൽ മോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താലും മതി. അപ്പം നമ്മൾ നമുക്ക് ആവുന്ന വിധത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട് തലകറങ്ങുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറുന്ന സമയത്ത് അധികം വെയിലുണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ കയറി കഴിഞ്ഞ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ. അപ്പം എന്താ പറയുക, അത് കൂടാണ്ട് ഞാനൊന്ന് കണ്ണോടിച്ചപ്പം ആകാശം നോക്കിയപ്പം നല്ല ആകാശമായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ടാങ്കിൻ്റെ നമ്മൾ, അതായത് കുടിക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ, കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കൊക്കെ ആണെങ്കിൽ, ചില വീട്ടിലവർ ഇപ്പം ടാങ്കിലെ വെള്ളം തന്നെയല്ലേ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എടുക്കുന്ന ടാങ്കിലെ വെള്ളമായിരിക്കും. അപ്പോൾ അവരൊക്കെ വല്ലപ്പോഴും ഒന്ന് മുകളിൽ കയറി ടാങ്കൊക്കെ നീറ്റാണോ ക്ലീനാണോ, അതോ ഇതുപോലെ പുഴുവൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ വല്ലപ്പോഴും ശ്രദ്ധിക്കുക. 1 മാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഞങ്ങളങ്ങനെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അച്ചൂട്ടനും ആരോട്ടനും സ്കൂളിൽ പോയിട്ടാണുള്ളത്. അപ്പം ആ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. പുറത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മോട്ടറൊക്കെ അടിച്ചിട്ടുണ്ട്. ടാങ്ക് ഇതാ ഫുള്ളാവാനായിട്ടുണ്ട്. പെട്ടെന്ന് താഴെ പോയിട്ട് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി പറ്റും, വെള്ളം വേസ്റ്റായി പോവും. അപ്പോൾ ഞാൻ താഴേക്ക് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ടാങ്ക് സൂക്ഷിക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങളെ ടാങ്കിൻ്റെ അവസ്ഥ എന്താണ്, ദയനീയമായ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം എല്ലാവരും അവരവരെ വീട്ടിലെ ടാങ്കും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.